ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഈ പിള്ളേരെ കഥകൾ വല്ലതും പറഞ്ഞ് പേടിപ്പിച്ചോ? എല്ലാവരുടെയും മുഖം എന്താ വാടിയിരിക്കുന്നേ? നീ എത്ര നിസ്സാരമായിട്ട കാര്യങ്ങളെ കാണുന്നേ. നാഗദൈവങ്ങൾക്ക് എത്രയോ കാലായിട്ട് ഞാൻ വിളക്ക് വെക്കുന്നതാ, 100 പാലും കൊടുക്കുന്നതാ. അവരെന്നെ ചതിക്കോ? എന്താ അവര് വന്നിട്ടുണ്ടോ? ആര്? നവീനൊരു സ്ത്രീയായിട്ട് ബന്ധമില്ലേ? അവരും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടെന്നാ ചോദിച്ചത്. ഒരാളുടെ ശബ്ദം ഒരു തവണ കേട്ടാ ഞാൻ മറക്കില്ല. ഇത്തരം വലിയ കുടുംബത്തിലൊക്കെ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വെറുതെ ഈ തറവേലകളൊക്കെ കാണിക്കുന്നേ? ഇപ്പൊ നവീൻ നിങ്ങളുടെ മാത്രം കുട്ടിയാ. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ മോളുടെ ഭർത്താവായി കഴിഞ്ഞതിന് ശേഷം നവീനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ നിർമ്മലയ്ക്ക് തല്ലുപേടിയുണ്ടോ? പക്ഷെ ഞാൻ തല്ലും. എനിക്കതൊരു ഹരവാ. വരുന്നില്ല എന്നൊരു 1000 വട്ടം ഞാൻ പറഞ്ഞതാ. എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അമ്മയ്ക്കൊരു തോന്നലുണ്ട്, അമ്മ വലിയ ബുദ്ധിമതിയാണ്. അതിലും വലിയ ബുദ്ധിയുള്ളവര് നാട്ടിലുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ ഇറങ്ങി പോവാ. അയ്യോ എന്റെ പൊന്നുമോളെ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ അതിന്റെ പേരിൽ മുത്തശ്ശി എന്നെ ഇവിടുന്ന് പുറത്താക്കും. അതിലും ബുദ്ധിമുട്ട് മോൾക്ക് തന്നെയാ. മോള് പണിയെടുത്ത് എന്നെ നോക്കേണ്ടി വരും. ഓ, എന്തൊരു നല്ല ഉപദേശവാ അച്ഛൻ മോക്ക് കൊടുക്കുന്നേ. നിങ്ങളുടെ ഈ അവസ്ഥ കൊണ്ട് തന്നെയാ ഇവൾക്ക് കരയേണ്ടി വരും. അതും കൂടെ എന്റെ തലയെ കൊണ്ടുവച്ചോ. മോളെ, ദേ നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? നാളെ വിവാഹ നിശ്ചയത്തിന് നവീൻ മോതിരം അണിയിക്കുന്നത് നിന്റെ കയ്യിലായിരിക്കുന്നല്ലേ? ആ മുഹൂർത്തം ആയോ? ഇല്ലല്ലോ. ഇനി അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തു വേണമെങ്കിലും ചെയ്യാം, നിന്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി. അവളുണ്ടല്ലോ, ആ ഗാഥാ ശ്രീനിവാസ്, അവളെ കുത്തിക്കൊല്ലണമെങ്കിലും ഞാൻ ചെയ്യും. അയ്യോ എന്റെ നിർമ്മല, നീ അങ്ങനെ ഒന്നും ചെയ്യല്ലേ. അത് വലിയ പ്രശ്നമാണ്. ഈ വീട്ടിൽ കിട്ടുന്ന ഫുഡിന്റെ ടേസ്റ്റ് ജയിലിൽ കിട്ടില്ല, അതുകൊണ്ടാ. ഓ, ഒന്ന് ഇറങ്ങിപ്പോ. എടി, അമ്മ പറയുന്നതനുസരിച്ച് അമ്മയുടെ കൂടെ നിന്നാൽ നിന്റെ ആഗ്രഹം നടക്കും. മകളെയും കൊണ്ട് സിത്താര ശ്രീനിവാസനോട് വന്നത് ഇന്ന് നടക്കുന്ന സർപ്പബലിക്കൊപ്പം അവളെയും കൊലയ്ക്ക് കൊടുക്കാനാ. കൊല്ലാൻ മടിക്കില്ലെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, കൊല്ലും. വീടിങ്ങനെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ചില ഭാഗങ്ങളിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വേണ്ടി വരും. പിന്നെ സർപ്പക്കവും കുളമൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതി. എന്താ ഈ സാഹിത്യകാരന്മാരൊക്കെ പറയുമല്ലോ, തനിമ ചോരാതെ. അത് തന്നെയാണ് അതിന്റെ ലൈൻ. എന്റെ പൊന്നു സാറേ, നാളെ സാറിന്റെ കല്യാണം നിശ്ചയല്ലേ? ഈ നേരത്തെ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാതെ ആ കെട്ടാൻ പോകുന്ന പെങ്കൊച്ചിനെ വിളിച്ചൊന്ന് സംസാരിച്ചൂടെ? അതിന് വിവാഹം കഴിഞ്ഞാൽ ആവശ്യം പോലെ സമയമുണ്ടല്ലോ, അപ്പൊ നോക്കാം. തൽക്കാലം താനുന്ന രാത്രി ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. എനിക്ക് രാവിലെ കാണണം. അല്ല, നാളെ രാവിലെ എൻഗേജ്മെന്റ്. അതിനിടയ്ക്ക് ഇതിനൊക്കെ സമയം കിട്ടുമോ സാറേ? എടോ മാണിക്കുഞ്ഞ്, തന്റെ കുഴപ്പം എന്താണെന്നറിയോ? ഈ എൻഗേജ്മെന്റ് കല്യാണം എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ സംഭവമായിട്ട് കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല. അതൊക്കെ വളരെ സിമ്പിളായി ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒന്നായിട്ട് മാത്രം കാണേണ്ടത്. നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കണം. എനിക്ക് സാറ് പറയുന്ന എക്കണോമിക്സ് ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല. മോനെ നവീനെ, എന്താ ഇവിടെ നിൽക്കുന്നേ? തറവാട് ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ലല്ലോ അമ്മായി, അതുകൊണ്ട് മൊത്തം ഒന്ന് കണ്ടു നോക്കാം. തറവാടൊക്കെ വലുത് തന്നെ, ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. പക്ഷേ ഫോൺ വിളിച്ചാ കിട്ടാനാ ബുദ്ധിമുട്ട്, റേഞ്ചില്ല. എന്റെ ഫോണിൽ റേഞ്ച് ഉണ്ടല്ലോ. അതെയോ? എനിക്കുണ്ടല്ലോ. പിന്നെ നിങ്ങളൊക്കെ വലിയ വലിയ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളല്ലേ? ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോണുകളൊട്ട് വർക്ക് ചെയ്യുന്നുമില്ല. എനിക്കാണെങ്കിൽ ഉദയേട്ടന്റെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കാൻ വേണം. ഉദയേട്ടൻ അച്ഛൻ സുഖമില്ലാതിരിക്കല്ലേ? മോനെ ഫോണിൽ തന്നെ. പിന്നെ 1-2 കോള്, അത് കഴിയുമ്പോ അമ്മ ഇതന്നെ കൊണ്ടുവന്ന് തരാം. ആയിക്കോട്ടെ മാണിക്കുഞ്ഞ്. ശരി സാർ. എടി മോളെ, ഇനിയാണ് നീ നിന്റെ മിടുക്ക് കാണിക്കേണ്ടത്. ഇതാണ് നിന്റെ അവസാനത്തെ അവസരം എന്ന് കരുതിക്കോണം, കേട്ടല്ലോ? എങ്ങനെയുണ്ട് കളരിക്കൽ തറവാട്?
ഇഷ്ടമായോ? അവള് കുത്തിയല്ലോ മോളെ. എനിക്കൊന്ന് കാണണമെന്ന് തോന്നുന്നു. എൻഗേജ്മെന്റ് കഴിയുന്നത് വരെ നമ്മെ കാണണ്ടെന്നായിരുന്നല്ലോ നമ്മുടെ തീരുമാനം. അത് സാരമില്ല, കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല. സർപ്പക്കളം കഴിഞ്ഞ് കാവിനടുത്തേക്ക് വരാമോ? കാണാം, ഞാൻ വന്നോളാം. അവള് വന്നോളാന്ന് പറഞ്ഞമ്മേ. ആ, ഇനി ആ മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ചെയ്തത്. വേഗം. വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വളഞ്ഞ മാർഗങ്ങൾ തന്നെ ശരണം. ഇന്ന് സർപ്പക്കളം കഴിയുമ്പോ ഗാഥാ ശ്രീനിവാസ് നമ്മുടെ സർപ്പക്കാവിലെത്തും. അവിടെ തീരുമാനിക്കപ്പെടും ആരുടെ വിരലിലാണ് നവീൻ നാളെ മോതിരിടുന്നതെന്ന്. മായേച്ചി, കൃഷ്ണേച്ചി എവിടെയാ? കുറച്ചു കഴിഞ്ഞാ കളം വരയ്ക്കാൻ തുടങ്ങും. അതിന് ചേല മാറാൻ പോയിരിക്കുക. അതിന് മായേച്ചിക്ക് എന്തിനാ ഇത്ര ടെൻഷൻ? നിങ്ങൾക്ക് അറിയില്ല മക്കളെ, ഇത് വലിയൊരു ചടങ്ങാ. എല്ലാരും കൃഷ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കളം വരയ്ക്കുന്നതിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ച നമ്മുടെ കൃഷ്ണ. ദേ കൃഷ്ണേച്ചി വരുന്നു. എന്താടി നീ ഈ പിള്ളേരെ കഥകൾ വല്ലതും പറഞ്ഞ് പേടിപ്പിച്ചോ? എല്ലാവരുടെയും മുഖം എന്താ വാടിയിരിക്കുന്നേ? നീ എത്ര നിസ്സാരമായിട്ട കാര്യങ്ങളെ കാണുന്നേ. നാഗദൈവങ്ങൾക്ക് എത്രയോ കാലായിട്ട് ഞാൻ വിളക്ക് വെക്കുന്നതാ, 100 പാലും കൊടുക്കുന്നതാ. അവരെന്നെ ചതിക്കോ? കളം വരയ്ക്കാനുള്ള കുട്ടിങ് വരിക. കുട്ടി, ചടങ്ങുകൾ തുടങ്ങാൻ പോവാ. നാഗദൈവങ്ങളെ മനസ്സിൽ പ്രാർത്ഥിച്ചു തൊഴുതോളൂ.